ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നിങ്ങളിന്ന് കാണിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഇപ്പോഴത്തെ ക്ലൈമറ്റിലുള്ള കുറച്ച് കൃഷികളാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വെണ്ടയ്ക്കായും പയറും മത്തനും പാവലും ഒക്കെ കൃഷി ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് പോലെയല്ല അവർ ചെയ്യുന്നത്. നമ്മളൊക്കെ മണ്ണൊക്കെ ഒരുക്കി നന്നായിട്ട് നട്ട് വളമൊക്കെ ഇട്ടെടുക്കും. പക്ഷേ ഇവിടുത്തെ മണ്ണ് നല്ല മണ്ണായതുകൊണ്ട് തന്നെ വിത്തുകൾ അവരിങ്ങനെ വാരി ചുമ്മാ അങ്ങനെ വിതറുകയാണ് ചെയ്യുന്നത്. അത് അവിടെ കിടന്ന് വളർന്ന് ചെടിയായി പൂവായി കായിട്ട് അങ്ങനെയാണ് അവരതിൻ്റെ ഫലം എടുക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് വരണം. ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് എൻ്റെ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, ഇത് കിനു ആണ്. കിനു അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഓറഞ്ചിൻ്റെ പോലെ തന്നെ കിനുവും വേറൊരു ഫ്രൂട്ടാണ് ഇവിടുത്തെ. പക്ഷേ ഓറഞ്ചിൻ്റെ തൊലിയേക്കാളും കുറച്ച് കട്ടിയുള്ള തൊലിയാണ് കിനുവിൻ്റേത്. പക്ഷെ കാണാൻ രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ അത് ഇവിടുത്തെ ഒരു ഫ്രൂട്ടാണ്. ഇതിനു മുന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ചേമ്പും ഇപ്പോൾ ഇവിടെയുള്ള ഈ കാലാവസ്ഥയിലുള്ളൊരു കൃഷിയാണ്. ഇതവർ കൃഷി ചെയ്യാറുണ്ട്. നിറയെ സബ്ജി ഉണ്ടാക്കാനും അവരുടെ സ്നാക്സൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇപ്പോഴത്തെ ഇവിടെയുള്ളൊരു കൃഷിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്. അവരിങ്ങനെ വിത്തൊക്കെ ഇങ്ങനെ വിതറുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കാടൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ ബീൻസിൻ്റെയും ചോളത്തിൻ്റെയൊക്കെ തൈകളാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനും ആദ്യം ഇത് കാടെന്നാണ് വിചാരിച്ചത്. ഇത് ബീൻസും നമ്മുടെ പയറില്ലേ, വള്ളിപ്പയർ, കുറ്റിപ്പയർ, അങ്ങനെയുള്ള ഇതൊക്കെ നട്ടിരിക്കുന്നതാണ്. അവരൊക്കെ ഇങ്ങനെ വാരി ഇട്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെയാണ് അത് വളർത്തുന്നതെന്ന് കേട്ടു. അതിവിടെ ഇങ്ങനെയാണ് വളർത്തുന്നതെന്ന് പറഞ്ഞായിരുന്നു. കണ്ടില്ലേ, ഇത് പയറാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെയുള്ള കൃഷികൾ. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല പച്ചപ്പാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അവരൊരുപാട് ജമന്തിയൊക്കെ നടാറുണ്ട് കേട്ടോ. ഹാരജമന്തി, അല്ലാത്ത ജമന്തി, നാലുമണിപ്പൂ, ഇങ്ങനെ ഓരോ വീടിൻ്റെ സൈഡിലും ഇങ്ങനെ നിറയെ ചെടികളൊക്കെ നട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു. നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ പൂക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഓറഞ്ച് കളറിലുള്ള ജമന്തിയാണ് ഇതെല്ലാം. അപ്പം അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഞാനിങ്ങനെ വാക്കിങ്ങിന് പോകാൻ വേണ്ടി വന്ന സമയത്താണ് ഇതൊക്കെ കണ്ടത്, വൈകുന്നേരത്ത്. അപ്പം ഞാൻ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കുറച്ച് വീഡിയോ എടുക്കണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്തു. അവിടെ കുറച്ച് സമയം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരത്തുള്ള ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്ന സ്ഥലത്തോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നല്ല ഫോഗി ആയിരുന്നേ. ഒരു 5:30-6 മണി ആയതേ ഉള്ളൂ. പക്ഷേ നല്ല ഒരു ഫോഗി ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ളൊരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ട് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കിതെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കാണാത്ത കാര്യങ്ങളാണ്, ഞാൻ കൂടെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത് തന്നെ. അപ്പോൾ എന്തുകൊണ്ടും ഉത്തരാഖണ്ഡ് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യും.
പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ഈ കാണുന്ന പാലം കണ്ടില്ലേ, ഇത് വന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ നിന്ന് നമ്മുടെ ഗംഗാനദി ഇപ്പുറത്തെ കരയിൽ നിന്ന് അപ്പുറത്തെ കരയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു യാത്രാ മാർഗ്ഗമാണ്. ഞാൻ എൻ്റെ ഒരു ഷോർട്സിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ കാണുന്ന പോലെയല്ല, വലിയ നദി ആയതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് ഇതിൽ കൂടെ യാത്ര ചെയ്യാൻ. ഞാൻ ഇതുവരെയ്ക്കും ഇതിൽ കയറിയിട്ടില്ല, പക്ഷേ നിറയെ ആൾക്കാരൊക്കെ ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട്. എനിക്കെന്തായാലും നാട്ടിൽ പോകുന്നതിന് മുമ്പേ ഇതിലൊന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് അവരുടെ യാത്രാ മാർഗ്ഗമാണിത്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് പോകാനൊരുങ്ങുന്ന സമയത്താണ് ഞങ്ങൾ ഈ കാഴ്ച കണ്ടത്. അപ്പോൾ കണ്ടോ, എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. സൂര്യാസ്തമയം കണ്ടിട്ടുണ്ട്, എന്നാലും ഇങ്ങനെ ഒരു സൂര്യാസ്തമയം ഞാൻ കാണുന്നത് ഇപ്പോഴാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഞങ്ങൾ കളിക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരുപാട് ഫാമിലികൾ വരും അവിടെ. നമ്മളിപ്പോൾ എപ്പോഴും വീട്ടിൻ്റെ അകത്താണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഞങ്ങൾ പുറത്തോട്ടൊക്കെ നടക്കാൻ ഇറങ്ങുന്നത്. ആ സമയത്ത് കുറച്ച് ഫാമിലിയിലുള്ള ആൾക്കാരും കുറച്ച് പിള്ളേരും ഒക്കെ അവിടെ വരും. കുട്ടികളൊക്കെ അവിടെ കിടന്ന് കളിക്കും, ഞങ്ങളും ബാഡ്മിൻ്റൺ കളിക്കും. അപ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത്. അപ്പോൾ എന്തുകൊണ്ടും മനസ്സിന് ഒരു സന്തോഷം തരുന്നൊരു ഒരു സീനറി ആയതുകൊണ്ട് തന്നെ അത് ഞാൻ വീഡിയോ ആക്കിയതാണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. എൻ്റെ എല്ലാ പോരായ്മകളും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോഴേ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുന്നതായിരിക്കും. പിന്നെ ഈ കാണുന്നില്ലേ, ഈ മന്ദിറിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ബാക്കിലൊരു കഥയുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളെല്ലാം നിങ്ങൾ ക്ഷമിക്കണം. എൻ്റെ ഫോണിന് ക്ലാരിറ്റി ഇല്ലെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾ ക്ഷമിക്കണം. നല്ല രീതിയിലുള്ള വീഡിയോകൾ ഞാൻ ഇനി എടുത്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.